അടിപൊളി പടമാണ്. അടിപൊളി ആക്ഷനൊക്കെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി ആക്ഷൻ സീക്വൻസ്. പിന്നെ റൊമാൻസ് ട്രാക്ക് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ലാഗാണ്. റൊമാൻസ് ട്രാക്കൻസ് ഉണ്ട്. പിന്നെ തമിഴിൽ ഈ അടുത്ത് വന്നതിൽ ഏറ്റവും അടിപൊളി മുരുകാസിലെ കംബാക്ക് ആണോ? ഷുവറായിട്ട് കമ്പാക്ക്. പിന്നെ SK, ബിജു മേനോൻ, പിന്നെ വിദ്യുത് അടിപൊളിയായിരുന്നു. ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അടിപൊളി ആക്ഷൻ സീക്വൻസ്. പിന്നെ ഇത് പൈസ ലാഭം. മുരുകണ്ണൻ്റെ കമ്പാക്ക് മുരുകണ്ണ വരേണ്ടി വരും. മോനെ അല്ല, ശിവകാർത്തികേയൻ വിദ്യുത് ജമാലൊക്കെ എങ്ങനെയുണ്ട്? ശിവകാർത്തികേയനെ കൊണ്ടുപോയി മൊത്തം വിദ്യുത് ജമാലുണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ പൊതുവെ കോളിവുഡ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് നല്ല ഹൈ മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും കംബാക്ക് തന്നെയാണ്. കമ്പാക്ക് തന്നെയാണ്. എങ്ങനെയുണ്ട് പടം? കുഴപ്പമില്ല ബ്രോ. ഒരു ലാസ്റ്റ് കുറച്ച് പടങ്ങളെ കാണുമ്പോൾ പാറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്ററാണ്. പിന്നെ ശിവകാർത്തികനാണെങ്കിൽ പോലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം ബെറ്ററാണ്. കമ്പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അന്യായ പടം തന്നെ. അന്യായ പടം. നമ്മളെ പഴയ ഗതിനി ബാക്കിയിൽ കണ്ട മുരുകനെ ഇപ്പോൾ നമ്മൾ കണ്ടു. പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. ഇൻട്രവൽ സീനൊക്കെ ഈ രോമാൻ്റെ വരുന്നത്. ആ തുപ്പാക്കിയിലെ വില്ലനൊക്കെ ഹെവി തന്നെ ഹെവിയായിരുന്നു. പിന്നെ സിംഗൊപ്പത്തിലെ മറ്റേ കണ്ണമ്പായ ഉണ്ടല്ലോ, കണ്ണമ്പായിന് ഈ സിനിമയിൽ നല്ല വൃത്തി യൂസ് ചെയ്ത് ആ സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ ഹെവി ആയിട്ട് എടുത്തിട്ടുണ്ട്. ശിവകാർത്തികേയനൊക്കെ അടിപൊളി തന്നെ അടിപൊളി. ശിവകാർത്തികേയനൊക്കെ നന്നായിട്ട് എടുത്ത് സൂപ്പർ പടം. ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. അനിരുദ്ധിൻ്റെ OST വർക്ക് ഉൾപ്പെടെ നല്ല ഹെവി ആയിട്ട് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. എത്ര കാലത്തിന് ശേഷമാണ് ഒരു തൊണ്ട കീറിയിരിക്കുകയാണ്. എൻ്റെ കീറി വിളിച്ച് തൊണ്ട പോയി. എനിക്ക് ഭയങ്കര ഇൻ്റർവ്യൂ സീനൊക്കെ തിയേറ്റർ എല്ലാവരും കീറി വിളിക്കും. ഒന്നും പറയാൻ വയ്യ. ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പഴയ മുരുകാസിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പടം എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അത്രയും വലിയൊരു ഹെവി പടമായിട്ട് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ എന്താ പറയുക ഭയങ്കര ഫീലാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്ത, ഇപ്പോൾ ഞാനൊരു മലയാളി ആയതുകൊണ്ട് ഇത്രയും വലിയൊരു സിനിമ, അതായത് എനിക്ക് തോന്നുന്നു മുരുകാസ് സാറിൻ്റെ ഇപ്പോൾ ഒരു മൂന്നാല് വർഷം, ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിക്കും അതിനായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലാനേ അതായിരുന്നു. അതായത് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഓഡിയൻസിന് അത്രയും നല്ല രീതിക്കൊരു ഔട്ട് കൊടുക്കണമെന്നും പുള്ളിയുടെ ഒരു കംബാക്ക് അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മുരുകാസ് സാറിൻ്റെ ഭയങ്കര കംബാക്കാണ്. കാരണം എല്ലാവരും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതെങ്ങനെയാണെന്ന്. ഇപ്പോൾ എനിക്ക് മദ്രാസിയുടെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ SKയുടെ കൂടെ ഇതിന് മുന്നേ ചെയ്ത സിനിമ എന്ന് പറയുന്നത് മാവീരനാണ്. അപ്പോൾ അതും നമുക്ക് ഏകദേശം ഒരു ഭയങ്കര ഒരു ഹാപ്പി മൊമെൻറ്റ് കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ അമരനൊക്കെ ശേഷം വീണ്ടും ഒരു സിനിമ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ഇത്രയും വലിയൊരു വിജയമാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആകെ സംശയം ഉണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിൽ അറിയാമല്ലോ ലോക ഹിറ്റാണ് ഹൃദയപൂർവ്വം. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ നമ്മുടെ സിനിമ ഓണം, അതെ, ഈ തിരുവോണ ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്ക്രീനും ഫുള്ളാണ്. പിന്നെ ഒരു ഓഡിയൻസ് എന്നുള്ള ഇതിൽ ഞാൻ വർക്ക് ചെയ്ത ആളെന്നുള്ളതല്ല, ഞാൻ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ പടം ഭയങ്കര ഹാപ്പിയാണ്. നല്ല റിസൾട്ടാണ് പടം. നമുക്ക് ഫാൻസുകാർക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ പടത്തിൽ. പിന്നെ അതുമില്ലാതെ നമ്മളെ സ്വന്തം ചേട്ടൻ ഇതിൽ വർക്ക് ചെയ്യുന്നു. എല്ലാം കൂടെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇതല്ല, ഇതിനെയും കാട്ടി അടുത്തൊരു പടമായിട്ട് ചേട്ടൻ വരുന്നുണ്ട്. അതിലും ഉണ്ടായിരിക്കും ഇതേപോലെ സന്തോഷം എപ്പോഴും നമുക്ക് കാണാൻ. പറഞ്ഞു തന്നല്ലോ, നമുക്ക് മുരുകാസ് സാറിൻ്റെ കംബാക്ക്, പുള്ളിയുടെ ആക്ഷനൊക്കെ മാറിയില്ലേ. നിങ്ങളൊന്ന് കണ്ടു നോക്കും പടം. എന്തായിരുന്നാലും നഷ്ടം വരുമോ? ആക്ഷനൊക്കെ ആക്ഷൻ എല്ലാം അവരും തൊട്ട് കണ്ടു വേണമല്ലോ. അവരല്ല അതിന് മുന്നേയും ഓരോ പടങ്ങൾ മാറി വരുമ്പോൾ സെറ്റാണ്. നല്ല വിദ്യായിരുന്നു മെയിനായിട്ട്. അടിപൊളിയായിരുന്നു. ഫൈറ്റേഴ്സൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട്. ശിവകാർത്തികേയൻ ആക്ഷൻ ഉണ്ട്. ശിവകാർത്തികേയൻ ഇടയിലെ ആക്ഷനാണ്. ഫൈറ്റിങ് സ്റ്റണ്ട് മാസ്റ്റർ എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്.